ഹലോ ഗായ്സ്, വെൽക്കം ടു NCSpeeds. അപ്പോൾ ഇന്ന് Realme 7 Pro എന്നുള്ള ഫോൺ നമ്മളെ കയ്യിലുണ്ട്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത Poco X3 എന്നുള്ള ഫോണ്, അതിൽ 15% ആയിട്ടുണ്ട് ചാർജ്. അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്യുകയും വേണം. ഇതിനോട് കൂടെ വരുന്ന 33 ചാർജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ധാരണ കിട്ടും എങ്ങനെയുണ്ട് ആ ചാർജർ എന്നുള്ളതും എത്ര പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 11:34 ടൈം. നമുക്ക് നോക്കാം, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 12:04 നമ്മൾ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കത്തി എടുക്കാൻ മറന്നുപോയി. കത്തി എടുക്കട്ടെ, നമ്മുടെ കത്തി. അപ്പോൾ നമ്മുടെ മോനുണ്ട് അൺബോക്സ് ചെയ്യാൻ നമ്മുടെ കൂടെ. നേരത്തെ പോക്കോ X3 ചെയ്ത പോലെ തന്നെ ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് സൽമാൻ ഖാനെ കാണാൻ സാധിക്കും. Realme 7 നമ്മൾ അൺബോക്സ് ചെയ്തപ്പോഴും നമുക്ക് സൽമാൻ ഖാൻ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ബോക്സ് മെയിൻ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോണി 64 മെഗാപിക്സൽ കോഡ് ക്യാമറ, അതേപോലെ തന്നെ 65 വാട്ട് സൂപ്പർ ഡാറ്റ് ചാർജർ. ഈ ഒരു ചാർജർ ഞാൻ ആദ്യമായിട്ടാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും വലിയ ഒരു വാട്ടേജുള്ള ചാർജർ. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ട്. Snapdragon 720G എന്നുള്ളതും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് മിറർ ബ്ലൂ കളറാണ്. അതേപോലെ തന്നെ റാം വേരിയൻറ്റ് 6GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള വേർഷനാണ്. പിന്നെ ഇവിടെ സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട് 0.734 വാട്ട് പെർ കിലോഗ്രാം ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 0.516 വാട്ട് പെർ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ 1.6 എന്നുള്ളതിനേക്കാളും കുറവിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് MRP 20,999 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വൽ പ്രൈസ് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുറക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വൈറ്റ് ബോക്സ് കാണാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു Realme 7 നമ്മൾ കണ്ടുവന്ന ആ ഒരു സംഭവമുണ്ട്. അതായത് TV റൈൻലാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ റിലയബിലിറ്റി വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് ബാക്ക് കവർ. ഇനി അടുത്തായിട്ട് നമുക്ക് Realme 7 Pro എന്നുള്ള ഡിവൈസ് കാണാം. പിന്നെ നമുക്ക് Realme 7 Pro എന്ന് പറയുന്ന ഡിവൈസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റാണ്. നമ്മൾ മുമ്പ് പോക്കോ X3 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ലൈറ്റാണ് ഫോണ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ കട്ടിയൊക്കെ കുറവാണ്. പിന്നെ ഈ ഒരു കളറ് നല്ലൊരു ഫിനിഷ് ഉണ്ട്, നല്ലൊരു പ്രീമിയം ഫിനിഷ് ഉണ്ട്, മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്രീ അപ്ലൈഡ് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്, നോർമൽ സ്ക്രീൻ ഗാർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് ഫസ്റ്റ് ഫീല്. നമുക്കിതിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്ക് ചാർജ് അഡാപ്റ്റർ കാണാം. ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 65 വാട്ട് ചാർജറാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 10 വോൾട്ട് 6.5 ആംപിയർ. അതായത് ഏകദേശം 65 വാട്ട് ചാർജറാണ് വരുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് USB ചാർജിങ് കേബിൾ ടൈപ്പ് C കേബിൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലൊരു മഞ്ഞ കളർ വരുന്നുണ്ട് ഉള്ളിൽ. സാധാരണ Realme ഫോണുകളൊക്കെ വരുന്ന പോലെ തന്നെ ഈ ഒരു എൻഡിലും നമുക്ക് ആ ഒരു മഞ്ഞ കളർ കാണാൻ സാധിക്കും. അത് പിന്നെ ഫൈനലായിട്ട് നമുക്ക് സിം ഇജക്ടർ പിന്നും കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ അലാരം അടിയുന്നുണ്ട്. 12:04 നമ്മൾ സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ പോക്കോ X3 കിടന്ന് അലാരം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 12:07 ആയി, 60% ആയി. അതായത് 15-ൽ നിന്നും 60% ആയി. 12:07 ആയപ്പോൾ
അപ്പോൾ ഇതിനിടയ്ക്ക് വീണ്ടും വേറൊരു കോളും വന്നു. അപ്പോൾ അതിൻ്റെ പിറകായി പിന്നെ വർക്കിനിടക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകാനുണ്ട്. അപ്പോൾ നോക്കാം, ഇനി അടുത്തൊരു അലാറം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്കൊരു 12:30 സെറ്റ് ചെയ്യാം. അപ്പോൾ വേറൊരു പണി കിട്ടി. സംഭവം ചാർജിങ് ടെസ്റ്റ് ഓൾമോസ്റ്റ് ചീറ്റിപ്പോയ മട്ടാണ്. ഞാൻ പള്ളിയിൽ പോകാണ്ട് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഏകദേശം 12:23 ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 73%, 24 12:24 74% ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇവിടെ LED ലൈറ്റ് കാണുന്നുണ്ടോ? ഇവിടെ LED ലൈറ്റ് ഉണ്ട് പോക്കോ X3. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് സംഭവം ഫുൾ ചാർജ് ആവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നാലും പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നും പോയി വന്നു. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫുള്ളായിട്ട് ഉണ്ടാകാനാണ് ചാൻസ്. ഫുള്ളായിട്ടില്ല, അതായത് 1.2 ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചീറ്റി പോയിട്ടില്ല ചാർജിങ് ടെസ്റ്റ്. സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോയി വരുന്നതിന് മുമ്പ് തീരുമായിരിക്കുന്നു. അപ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട് നോക്കി, ഏകദേശം 1.5 മണിക്കൂർ ആകാനായി. ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടി ആയാൽ 1.5 മണിക്കൂറാവും അല്ലേ? 1.5 മണിക്കൂറല്ലേ, സോറി 1 മണിക്കൂറാവും. 1.5 മണിക്കൂറാവും, സോറി. ഏകദേശം 15% മുതലാണ് ചാർജ് ചെയ്തത്. എന്നാലും അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട്. 6000 mAh ബാറ്ററിയാണ്, ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ Realme 7 Proയുടെ അൺബോക്സ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഫസ്റ്റ് യൂസ് ഞാൻ ആ അൺബോക്സ് ചെയ്ത അതുപോലെ വെച്ചതാണ്. പിന്നെ അതിൻ്റെ അടുത്ത് കോൾ വന്നു, അതിൻ്റെ അടുത്ത് ഈ പോക്കോ X3 ചാർജിങ്ങിലേക്ക് നോക്കി, പള്ളിയിൽ പോയി വന്നു. ഇനി നമുക്ക് ഏതായാലും പോക്കോ X3 ഫുൾ ചാർജ് ആകാനായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സിങ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. Realme 7 Proയുടെ ഇപ്പോൾ ടൈം 2:14 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര % ആയി നോക്കാം. 1 മണിക്കൂർ 40 മിനിറ്റും ആയി. ഇപ്പോൾ 99% ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ടൈം 1:20 ആയപ്പോൾ 100% ചാർജായി. ഓക്കെ, അപ്പോൾ 1:21 അപ്പോൾ പോക്കോ X3 എന്നുള്ള 6000 mAh ബാറ്ററി ഉള്ള ഫോണ് ഏകദേശം 15% മുതൽ 100% വരെ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറും 45-50 മിനിറ്റ്, ഏകദേശം 1.25 മണിക്കൂർ ടൈം എടുത്തതെന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റാണ്. ഇതിനോട് കൂടെ 33 വാട്ട് ഫാസ്റ്റ് ചാർജർ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ്. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി ഫാസ്റ്റ് ആകുമായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. റിയൽമി ഫോണുകളുടെ 30 വാട്ട് ചാർജറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതായാലും നമുക്ക് പോക്കോ X3യുടെ വരും വീഡിയോകളിലെല്ലാം അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് ഒന്നുകൂടിയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്ലിയർ കണക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് Realme 7 Proയുടെ ബാക്കി അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ Realme 7 ഡിവൈസ് വളരെ ലൈറ്റാണ് കേട്ടോ ഡിവൈസ്. ഞാൻ ഈ സ്റ്റിക്കറൊന്നും പറിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൂട്ട് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇവിടെയും വരുന്നത്, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫോൺ ഫസ്റ്റ് ബൂട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓണാവുന്നില്ലേ? ഓക്കെ, Realme പവേർഡ് ബൈ ആൻഡ്രോയിഡ്. അപ്പോൾ നമ്മൾ ഫോൺ ഓണാക്കി വരുമ്പോൾ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് കുറവാണെന്ന് തോന്നുന്നു. പെർസെൻറ്റേജ് കറക്റ്റ് കാണിക്കുന്നില്ല. എന്തായിരുന്നാലും ഞാനിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ ഓക്കെ ഫസ്റ്റായിട്ട് ഇതിൽ കയറുകയാണ്. അപ്പോൾ നോക്കാം. ഓക്കെ, പ്ലോട്ട് വൈസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പോക്കോ X3 എന്നുള്ള ഫോണിലൊക്കെ ഒരുപാട് പ്ലോട്ട് വൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. ഇപ്പോൾ ഈ WPS ഓഫീസൊക്കെ ഉണ്ട്, ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്. അതേപോലെ തന്നെ റിയൽമി പേ, ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പോക്കോ X3യിൽ മീ പേ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ റിയൽമി പേ ഉണ്ട്, പക്ഷെ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. റിയൽമിയുടെ ഇപ്പോൾ റിയൽമി ലിങ്ക് എന്നുള്ള ആപ്ലിക്കേഷൻ, ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണ്. അതായത് ബ്ലോട്ട് വൈസ് കുറവാണ്, കുറച്ചുകൂടി ക്ലീനറാണ്. നമുക്ക് പോക്കോ ഫോണ് അതേപോലെ തന്നെ റെഡ്മി ഫോണ്, അതായത് MIUI അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലീനറാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റിങ്സിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഫ്ലിക്കറിങ് ഉണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട്
ഡിസ്പ്ലേയിൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാം. ഓക്കെ, ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എബൌട്ട് ഫോണിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ റിയൽമി 7 Pro എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10, റിയൽമി UI വേർഷൻ 1, പിന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720G ഒക്ടാ-കോർ പ്രൊസസ്സർ, 6GB റാം, 128GB ഇൻറ്റേർണൽ മെമ്മറിയിൽ 113GB നമുക്ക് യൂസബിളാണ്. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് സെപ്റ്റംബർ സെക്യൂരിറ്റിയാണ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യാമറ ആപ്ലിക്കേഷനിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ എന്തുണ്ടോ നോക്കാം. ക്യാമറ നോർമലി ഉള്ള ഒരു റിയൽമി 7 ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന അതേപോലെ തന്നെയാണ്. നൈറ്റ് മോഡിൽ നമുക്ക് പ്രോ AI ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, അതേപോലെ തന്നെ 64 മെഗാപിക്സൽ മോഡ്. മോറിൽ പോയാൽ നമുക്ക് അൾട്രാ മാക്രോ മോഡുണ്ട്. നമുക്ക് പിന്നെ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്ക് ഫോട്ടോ മോഡിൽ പോയിട്ട് ഇതിലേക്ക് ആക്കിയാൽ വൈഡ് ആംഗിൾ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. കാര്യമായിട്ട് മാറ്റമില്ല. പിന്നെ 64 മെഗാപിക്സലിൽ പ്രോ വേർഷൻ, അതുപോലെ തന്നെ AI ഇതും നമുക്കുണ്ട്. 64 മെഗാപിക്സലിലും നമുക്ക് മാനുവൽ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതും റിയൽമി 7 കണ്ടൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും ടോപ്പ് എന്ന് തുടങ്ങുകയാണെങ്കിൽ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ കാണാൻ സാധിക്കും. അത് ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ്. ഡിസ്പ്ലേക്ക് ഉള്ളിലായിട്ടാണ് ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്. ഇതൊരു സെക്കൻഡറി സ്പീക്കറായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇയർ പീസായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 6.4 ഇഞ്ച് സൈസുള്ള സൂപ്പർ AMOLED ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഉണ്ട്. ഇതിന് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫോണിൻ്റെ ബോട്ടം സൈഡിലേക്ക് പോയാൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക്, പ്രൈമറി മൈക്ക്, പിന്നെ USB Type-C പോർട്ട്, പിന്നെ ഒരു പ്രൈമറി സ്പീക്കർ, സ്റ്റീരിയോ സെറ്റപ്പാണ് വരുന്നത്. ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ പ്രൈമറി സ്പീക്കർ ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെയാണുള്ളത്. പിന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ റിയൽമിയുടെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷാണ്. നല്ലൊരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫിംഗർ ഒന്നും അത്ര വലിയ രീതിയിലൊന്നും ഇതിൽ പിടിക്കില്ല. നല്ല കാര്യം തന്നെയാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ മൊഡ്യൂൾ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന് താഴെയായിട്ടാണ് 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിനോട് കൂടെ വരുന്നത്. പിന്നെ ഈ ക്യാമറ മൊഡ്യൂളിലേക്ക് നമുക്ക് കുറച്ച് അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് 64 മെഗാപിക്സൽ സോണി IMX682 എന്നുള്ളൊരു സെൻസറുണ്ട്. പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. ഇത് 119 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ക്യാമറ. പിന്നെ 2 മെഗാപിക്സൽ അൾട്രാ മാക്രോ മോഡ് ക്യാമറ ഉണ്ട്. ഇത് 4 സെൻറ്റിമീറ്റർ ഫിക്സ്ഡ് ഫോക്കസ് ആയിട്ടുള്ള ക്യാമറയാണ്. പിന്നെ ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. പിന്നെ ഇവിടെ 64 മെഗാപിക്സൽ AI ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്യാമറ മൊഡ്യൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഫോണിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോയാൽ നമുക്ക് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ സാധിക്കും. ഇത്രയാണ് ഉള്ളത്. വേറെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. സിം ട്രേ നമുക്ക് ട്രിപ്പിൾ സ്ലോട്ടാണ്. അതായത് 2 സിമ്മും 1 മെമ്മറി കാർഡും, ഇത് 3 ഒരുമിച്ച് ഇടാൻ പറ്റും. നല്ല കാര്യം തന്നെയാണ്. പോക്കോ X3 നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയാൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ സൈഡൊക്കെ പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം ഒരു സ്ലിം ആയിട്ടുള്ള ഫോണാണ്. പോക്കോ X3 ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലൈറ്റുമാണ്, അതേപോലെ തന്നെ സ്ലിമ്മുമാണ് ഫോണ്. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നമുക്ക് ഇതിൻ്റെ പവർ ബട്ടൺ അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു പവർ ബട്ടണിൻ്റെ സെൻട്രലായിട്ടൊരു യെല്ലോ ഫിനിഷ് ഉണ്ട് കേട്ടോ. അതായത് റിയൽമിയുടെ പല ഫോണുകളിലും ഇങ്ങനെ ഒരു ഫിനിഷ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനോട് കൂടെ കിട്ടുന്ന ബാക്ക് കവർ ഇതിൽ എത്രത്തോളം ഫിറ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ക്യാമറ ഹമ്പ് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പുറത്തേക്ക് ഈ ബാക്ക് കവർ തള്ളി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണ് ബാക്ക് അടിച്ച് വീണാലും വലിയ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു ബാക്ക് കവർ ഇട്ടിട്ടും നമുക്ക് ഒരു പോക്കോ X3 ബാക്ക് കവർ ഇടാത്ത ഇരിക്കുമ്പോഴുള്ള അത്ര കട്ടിയേ വരുന്നുള്ളൂ, അത്ര ഒരു ഫീലിങ്ങേ വരുന്നുള്ളൂ. പിന്നെ വെയിറ്റിൻ്റെ കാര്യത്തിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ പോർട്ടും കാര്യങ്ങളൊക്കെ
നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഓപ്പണിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ബട്ടണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒക്കെ ഓപ്പണിംഗ് ഉണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കോർണറൊക്കെ നോക്കിയാൽ കുറച്ച് റൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണ് ഫ്രണ്ട് അടിച്ച് താഴെ വീണാലും കുറച്ച് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അത് സഹായിക്കും. അങ്ങനത്തെ രീതിയിലാണ് ബാക്ക് കവർ വരുന്നത്. നല്ല കാര്യം തന്നെയാണ്, നല്ലൊരു ബാക്ക് കവറാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ എൻ്റെ ഈ വിരലും അതേപോലെ തന്നെ ഈ വിരലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വിരലും വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫാസ്റ്റാണ്. ഇതിൻ്റെ ഡബിൾ ടാപ്പ് ഗസ്റ്റർ കുറച്ച് സ്ലോ ആണ് കേട്ടോ. ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഓഫാവുന്നത് പെട്ടെന്ന് ഓഫാവുന്നുണ്ട്, പക്ഷെ ഓണാവുന്ന കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫാസ്റ്റാണ് കേട്ടോ. ഇനി വിരലൊന്ന് നോക്കാം. നമുക്ക് എപ്പോഴും ഇവിടെ ഫിംഗർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് വെച്ചൊന്ന് നോക്കാം. ഓക്കെ, അതും ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഒപ്റ്റിമൈസേഷൻ്റെ കുറച്ചൊരു പ്രശ്നം ഇടയ്ക്കൊക്കെ ഈ റിയൽമി UI കണ്ടുവരുന്നുണ്ട്. കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആവുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോഴും ഈ ചില അനിമേഷനൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫാസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഫേസ് അൺലോക്കിങ്ങിനെ കുറിച്ച് നോക്കാം. ഫാസ്റ്റാണ്. ലോക്ക് സ്ക്രീനിൽ കാണുന്ന പോലും ഇല്ല. ലോക്ക് സ്ക്രീനിൽ കാണാത്ത രീതിയിൽ അത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ എക്സ്ട്രാ കയറ്റിയതാണ്, അൺബോക്സ് ചെയ്യുമ്പോൾ ചെയ്തതല്ല. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഏതായിരുന്നാലും DRM ഇൻഫോയിൽ പോയാലും നമുക്ക് ഇതിൻ്റെ L1 സർട്ടിഫിക്കേഷൻ, വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഏതായാലും ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സെക്യൂരിറ്റി ലെവൽ L1 എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റായ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതിലൊക്കെ നമുക്ക് HD കണ്ടന്റിൽ വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കും. ഏതായിരുന്നാലും അത് പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രൈം വീഡിയോയിൽ പോയി നോക്കാം. ഓക്കെ, ഇതിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് സെറ്റപ്പിൽ കാണിക്കും. സെറ്റിങ്സിൽ ക്വാളിറ്റി സെറ്റപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ബെസ്റ്റ് ക്വാളിറ്റി 2.35 GB/h കാണിക്കുന്നുണ്ട്. അതായത് അത്രയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതായത് HD മുകളിലുള്ള ഒരു ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. പിന്നെ ക്യാമറ ടു API കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ലെവൽ 3 ഉണ്ട്. അതായത് നല്ല രീതിയിൽ നമുക്ക് ക്യാമറ ടു API സപ്പോർട്ട് ചെയ്യുമെന്നാണ് അതിനർത്ഥം. ഇനി നമുക്ക് സെൻസേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ പോയി നോക്കാം. സെൻസർ ബോക്സ് ഫോർ ആൻഡ്രോയിഡ് എന്നുള്ള ആപ്ലിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാം കാണിക്കുന്നുണ്ട്. സെൻസേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ആക്സിലറോമീറ്റർ, ലൈറ്റ് സെൻസർ, ഇങ്ങനെ നമുക്ക് നോർമൽ കാണുന്ന സെൻസേഴ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയൽമി 7 Proയുടെ അൺബോക്സിങ് വീഡിയോ, അതുപോലെ തന്നെ Poco X3 ഒരു ചാർജിങ് ടെസ്റ്റും നമ്മൾ കണ്ടു. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 ഫോണും, അതായത് റിയൽമി 7 Proയും Poco X3യും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാമറ കമ്പാരിസൺ, പെർഫോമൻസ് കമ്പാരിസൺ, അതുപോലെ തന്നെ ഏകദേശം 15 ദിവസമൊക്കെ ഞാൻ ഈ 2 ഫോൺ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് ആണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.